ശബരിമല സ്വർണ്ണക്കള്ളൻ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. കള്ളന്മാരെ അകത്തിടുന്നത് മാത്രമല്ല, അകത്ത് കിടക്കുന്നവരെ പുറത്തിറങ്ങാതെ നോക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കോടതി. ശബരിമല അയ്യൻ്റെ സ്വർണം കട്ടവരെ എത്ര പ്രമുഖരായാലും ഒന്നിനു പുറകെ ഒന്നായി അകത്തു പോകുമ്പോൾ പുറത്തിറങ്ങിയാൽ പല അട്ടിമറികളും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായ തീരുമാനമാണ് കോടതിയും എടുക്കുന്നത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കനത്ത തിരിച്ചടിയാണ് ഇതോടെ ലഭിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിൻ്റെ 2 അപേക്ഷകളും വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. ഇത് ബാക്കിയുള്ള പ്രതികൾക്കും ഒരു താക്കീത് തന്നെയാണ്. നമുക്കറിയാം, 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് 2ാം പ്രതി മുരാരി ബാബു കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി CPM കേന്ദ്രങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLA പത്മകുമാറും ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായ വാസുവും ആണെന്നും അവർ ഇത് കണ്ടുകൊണ്ടാണ് എല്ലാം ചെമ്പുപാളികൾ എന്നെഴുതിയതെന്നാണ് മുരാരി ബാബു പറഞ്ഞത്. ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് ആരും കരുതുന്നില്ല എന്നും ബാബുവിൻ്റെ മൊഴി പറയുമ്പോൾ അത് ശരിക്കും CPM കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറും വാസുവും ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നും വ്യക്തമാകുന്നു. ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയത്. കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലും ചെമ്പ് തെളിഞ്ഞു, അതിനാലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. ആരെങ്കിലും തിരുത്തിയിരുന്നുവെങ്കിൽ സ്വർണം പൂശിയ പാളികൾ എന്നെഴുതുമായിരുന്നു എന്നുള്ളതാണ് മൊഴി. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തനിക്കറിയില്ല എന്നും മുരാരി ബാബു പറയുന്നു. അപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അറസ്റ്റിലായവരിൽ പ്രമുഖർ ഉണ്ട് എന്നിരിക്കെ ആ പ്രമുഖരിനും മുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് മുരാരി ബാബുവിൻ്റെ വായിൽ നിന്നും വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിനിടെയായിരുന്നു മുരാരി ബാബുവിൻ്റെ ഈ നിർണായക മൊഴികളെല്ലാം പുറത്തു വന്നത്. സ്വർണ്ണപ്പാളികൾ ഔദ്യോഗിക രേഖയിൽ ചെമ്പെന്നെഴുതിയത് മനഃപൂർവ്വമെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുരാരി ബാബുവും ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ഗൂഢാലോചന എന്നറിയാനാണ് SIT സംഘം ശ്രമിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ചില താഴ്ന്ന വകുപ്പുകളിൽ ഇരുന്ന ഒരാളാണ് മുരാരി ബാബു. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യിച്ചത് മുകളിലിരിക്കുന്നവർ എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ബോധപൂർവം തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിലൂടെ ശബരിമല ക്ഷേത്ര വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നും മുരാരി ബാബുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനർത്ഥം ഇദ്ദേഹം ഇതാർക്കു വേണ്ടി ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി SIT സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറും വാസുവും അകത്തായിരിക്കുന്നത്. ഇനി നാളെ ജാമ്യാപേക്ഷ ഡിസംബർ 3-ാം തീയതി വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തും ഒരുപക്ഷെ വാസുവിനെയും പുറത്ത് ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ തന്നെ പൂട്ടിയിടും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ പിണറായി വിജയനും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്കും ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് കോടതി തന്നെ. ഇത് CPM കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.